ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള നമ്മുടെ ഈ സബ്ജക്റ്റിൽ അടുത്ത് നമ്മൾ പറയുന്നത് ഓസിലേറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. ഓസിലേറ്റർ നമ്മുടെ അടുത്തൊരു ചാപ്റ്ററായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ഓസിലേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളതിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് ആൻ ഓസിലേറ്റർ എന്താണെന്നുള്ളതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ ഓസിലേറ്റർ, ഒരു ഓസിലേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതി, പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ചില ഓസിലേറ്റർ സർക്യൂട്ടുകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള RC LC ഓസിലേറ്റർ സർക്യൂട്ടുകൾ, RC വിഭാഗത്തിൽ വരുന്ന അതുപോലെ തന്നെ LC വിഭാഗത്തിൽ വരുന്ന ടൈപ്പ് ഓസിലേറ്ററുകൾ. ഇത്രയുമാണ് ഈ ഒരു ഓസിലേറ്റർ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ അതിൽ നോക്കുന്നത്. അപ്പോൾ ഓസിലേറ്റർ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഓസിലേഷൻ എന്നുള്ള ആ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിഗ്നലുകളെ ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ഓസിലേറ്റർ സർക്യൂട്ടുകളുടെ പ്രധാനമായിട്ടൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് നൽകാതെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു സർക്യൂട്ടാണെന്ത് ഓസിലേറ്റർ. നമ്മളതിൽ പ്രത്യേകിച്ച് ഇൻപുട്ട് സിഗ്നലായിട്ട് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഇതുവരെ പറഞ്ഞ സിഗ്നലെല്ലാം ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് അവിടെ കിട്ടുന്നത് ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഇൻപുട്ട് നൽകാതെ തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരം സർക്യൂട്ടുകളാണെന്ത് ഓസിലേറ്റർ. അതുപോലെ തന്നെ നമ്മളൊരു DC കൊടുത്തു കഴിഞ്ഞാൽ DC സപ്ലൈയെ AC രൂപത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസിയിലുള്ള ഒരു AC രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടും കൂടിയാണ് എന്ത് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് നമ്മളെന്ത് പൊതുവായിട്ട് ഓസിലേറ്ററുകൾ എന്ന് പറയുന്നത്. ഓസിലേറ്ററിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ജനറേറ്റ്സ് എ പീരിയോഡിക് വേവ് ഫോം ഓൺ ഇറ്റ്സ് ഔട്ട്പുട്ട് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ സിഗ്നൽ സോഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ട് DC to AC. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻപുട്ടിൽ പ്രത്യേകിച്ചൊരു ഇൻപുട്ട് സിഗ്നൽ നൽകാതെ തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വേവ് ഫോമുകൾ അല്ലെങ്കിൽ സിഗ്നൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സർക്യൂട്ടാണെന്ത് ഈ പറയുന്ന ഓസിലേറ്റർ സർക്യൂട്ടുകൾ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് DC to AC. DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൈൻ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഓസിലേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓസിലേറ്റർ സർക്യൂട്ട്സ് ആർ that produce a continuous signal of some type without the need of an input. പല ഓസിലേറ്ററുകളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽ ഔട്ട്പുട്ടുകളാണ് എന്ത് ചെയ്യുക കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനാവശ്യമായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു ഇൻപുട്ട് പോലും എന്ത് ചെയ്യേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സപ്ലൈ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസിയിലെ സിഗ്നലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിഗ്നലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിഗ്നലിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ഈ ഒരു ഓസിലേറ്ററുകൾ എന്ത് പറയും പലതരത്തിലുള്ള ഓസിലേറ്ററുകളായിട്ട് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, ഡിജിറ്റൽ സിസ്റ്റങ്ങൾ, അതായത് കമ്പ്യൂട്ടർ അടക്കമുള്ള ഡിജിറ്റൽ സിസ്റ്റങ്ങൾ, അങ്ങനെയുള്ള ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെ പല സർക്യൂട്ടുകൾ പല ഉപകരണങ്ങൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഓസിലേറ്റേഴ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഇലക്ട്രോണിക് ഫംഗ്ഷനാണെന്ത് ഈ ഒരു ഓസിലേഷൻ. നമ്മൾ റെക്ടിഫിക്കേഷൻ, ആംപ്ലിഫിക്കേഷൻ അതുപോലെ തന്നെ പറയുന്നൊരു ഫംഗ്ഷൻ കൂടിയാണെന്ത് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടൊരു സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ, ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒരു ഓസിലേറ്റർ സർക്യൂട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 3 കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ഓസിലേറ്ററി സർക്യൂട്ട് ഉണ്ടായിരിക്കണം, ഓസിലേറ്ററി സർക്യൂട്ട്, പിന്നെ ഒരു ഇലക്ട്രോണിക് ആംപ്ലിഫയർ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇത്രയാണ് ഒരു ഓസിലേറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഭാഗങ്ങളെന്ന് പറയുന്നത്. എല്ലാ ഓസിലേറ്ററുകൾക്കും എന്തുണ്ടായിരിക്കും ഈ ഒരു 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സിഗ്നലിൻ്റെ ഓസിലേഷൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലൈ ഉപയോഗിച്ചിട്ട് അവിടെ നിന്നൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സെക്ഷനാണെന്ത് ഈ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞു, അപ്പോൾ ആ സിഗ്നലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നൊരു ഭാഗമാണെന്ത് ഈ പറഞ്ഞ ഓസിലേറ്ററി സെക്ഷൻ. ഇത് ചിലപ്പോൾ പലതരത്തിലുള്ള LC നെറ്റ്വർക്ക് ആവാം, റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഉപയോഗിച്ചുള്ള LC നെറ്റ്വർക്ക് ആവാം, അല്ലെങ്കിൽ RC നെറ്റ്വർക്ക് ആവാം, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ക്രിസ്റ്റൽ പദാർത്ഥങ്ങളായിരിക്കും. അങ്ങനെ പല രൂപത്തിലുള്ള ഓസിലേറ്ററി സർക്യൂട്ടുകൾ ഉണ്ട്. ഈ ഓസിലേറ്ററി സർക്യൂട്ടുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇതിന് പിന്നെ എന്തുണ്ട് പല വിഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഓസിലേറ്ററുകളെ പറയാറുണ്ട്.
അപ്പോൾ ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഓസിലേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഓസിലേറ്ററി സർക്യൂട്ടിനെ ടാങ്ക് സർക്യൂട്ടും എന്ന് അറിയപ്പെടാറുണ്ട്. ടാങ്ക് സർക്യൂട്ട് എന്നുള്ളത് അറിയപ്പെടുന്നത് ഓസിലേറ്ററി സർക്യൂട്ട്. അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഓസിലേറ്ററി സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നേരെ എവിടേക്കാണ് പോകുന്നത്? ഇലക്ട്രോണിക് ആംപ്ലിഫയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്റ്റീവ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ മസ്റ്റായിട്ടും വേണം. കാരണം ഉൽപ്പാദിപ്പിച്ച ആ സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് നൽകുന്നതിന് മുൻപായിട്ട് ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള സംവിധാനമാണെന്ത്? അതിൽ ഇലക്ട്രോണിക് ആംപ്ലിഫയർ. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് എടുക്കും. ഔട്ട്പുട്ട് ഈ ആംപ്ലിഫയർ ഔട്ട്പുട്ടായിട്ടാണ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫീഡ്ബാക്ക് ഇതിന് നൽകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ നേരെ ഓസിലേറ്ററിലേക്ക് നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടൊരു ആക്ഷൻ എന്ന് പറയുന്നത്. ഓസിലേറ്ററി സർക്യൂട്ട് സപ്ലൈ കിട്ടുന്ന സമയത്ത് ഓസിലേറ്ററി സർക്യൂട്ടിൽ നിന്നുണ്ടാവുന്നു ഒരു ഓസിലേഷൻ ഉണ്ടാവും. ആ ഓസിലേഷനെ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് നേരെ ഔട്ട്പുട്ടിലേക്ക് തരുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിൻ്റെ വേരിയേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും കൂടി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഏറ്റവും ബേസിക് ആയിട്ടൊരു ഒരു ഓസിലേറ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 3 സെക്ഷനായിട്ടാണ് നമ്മളതിൽ തിരിച്ചിട്ടുണ്ട്. അത് ടാങ്ക് സർക്യൂട്ട്, ആംപ്ലിഫയർ സർക്യൂട്ട്, ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ടാങ്ക് സർക്യൂട്ടിൻ്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു. ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് സിഗ്നലിനെ ഓസിലേറ്റ് ചെയ്യുന്നത് ഓസിലേറ്റർ സെക്ഷനാണ്. ഓസിലേഷൻ നടക്കുന്ന സെക്ഷനാണ് ഇത്. ഈ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആവാം, ഇൻഡക്ടറും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആവാം, റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആവാം, ക്രിസ്റ്റലുകളായിരിക്കാം. അങ്ങനെ പല രൂപത്തിലുള്ള ടാങ്ക് സർക്യൂട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ളത് ആംപ്ലിഫയർ സർക്യൂട്ട്. ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആംപ്ലിഫയർ സിഗ്നൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിസ്റ്റർ അവിടെ പ്രധാനമായി ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുകയാണ് എന്തിന് ഉപയോഗിക്കുന്നത്? ഈ ഒരു ഓസിലേറ്റർ സർക്യൂട്ടിന് ഉപയോഗിക്കുന്നത്. ഓസിലേറ്ററുകൾക്ക് ആവശ്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെയിം ഫേസിൽ കണക്ട് ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. ഓസിലേറ്റർ സർക്യൂട്ടിൽ ഒരു ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പല രീതിയിലുള്ള വേവ് ഫോമായിട്ടാണ് കിട്ടുക. അപ്പോൾ സാധാരണ ഒരു സൈൻ വേവ് കിട്ടുകയാണെങ്കിൽ, സൈനസോയിഡൽ വേവ് എന്നാണ് പറയുക. സൈനസോയിഡൽ വേവ് അല്ലെങ്കിൽ സൈൻ വേവ് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു വിവിധ തരത്തിലുള്ള വേവ് ഫോമുകളുടെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൈൻ വേവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആംപ്ലിഫയറുകളെ പൊതുവായിട്ട് സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. വേവ് ഉൽപ്പാദിപ്പിക്കുന്ന ഓസിലേറ്റേഴ്സിനെ സൈനസോയിഡൽ അല്ലെങ്കിൽ സൈൻ വേവ് ഓസിലേറ്റർ എന്ന് പറയും. സൈനസോയിഡൽ ഓസിലേറ്റർ, സൈൻ വേവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സൈനസോയിഡൽ ഓസിലേറ്റർ എന്നും, അതല്ലാതെ ബാക്കിയുള്ളതിനെല്ലാം കോമൺ ആയിട്ട് നോൺ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഓസിലേറ്ററിനെ ഒരു വേവ് ഷേപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? സൈനസോയിഡൽ ഓസിലേറ്റർ എന്നും അതുപോലെ തന്നെ നോൺ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്നും പറയാം. ഇതിൽ സൈനസോയിഡൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് സൈൻ വേവുകൾ AC രൂപത്തിലുള്ള സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്ത് പറയാം? സൈൻ വേവ് ഓസിലേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ സൈനസോയിഡൽ ഓസിലേറ്റർ എന്ന് പറയും. ഇതല്ലാതെയുള്ള സ്ക്വയർ വേവ് ഫോമുകൾ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ക്വയർ വേവ് ഫോം, അതുപോലെ സോ ടൂത്ത് വേവ് ഫോം. സോ ടൂത്ത് എന്ന് പറഞ്ഞാൽ സോ ടൂത്ത് എന്നുള്ള ഒരു വാക്കിനർത്ഥം എന്ന് പറയുന്നത് ഈർച്ചവാളിൻ്റെ പല്ല് പോലെയുള്ള വേവ് ഫോമുകൾ. അതുകൊണ്ടാണ് സോ ടൂത്ത് എന്ന് പറയുന്നത്. സോ ടൂത്ത് വേവ് ഫോം, അല്ലെങ്കിൽ പിന്നെ ട്രയാങ്കുലർ വേവ് ഫോം, വാണിംഗ് സിഗ്നലൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രയാങ്കുലർ വേവ് ഫോമുകൾ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്ന ട്രയാങ്കുലർ വേവ് ഫോമുകളൊക്കെ എന്താണ്? നോൺ സൈനസോയിഡൽ എന്നും പറയും. അപ്പോൾ ഈ ഒരു വേവ് ഫോമിന് അടിസ്ഥാനമായിട്ട് നമുക്ക് എന്ത് പറയാം? ഓസിലേറ്ററുകളെ 2 രീതിയിൽ പറയാം. സൈനസോയിഡൽ ഓസിലേറ്ററുകൾ എന്നും നോൺ സൈനസോയിഡൽ ഓസിലേറ്ററുകൾ എന്നും. സൈൻ വേവ് ഉൽപ്പാദിപ്പിക്കുന്ന ഓസിലേറ്ററുകളെ അല്ലെങ്കിൽ AC രൂപത്തിലുള്ള സിഗ്നലുകൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതിന് നമുക്ക് എന്ത് പറയാം? കോമൺ ആയിട്ട് സൈനസോയിഡൽ എന്ന് പറയും. ഇതല്ലാതെ കിട്ടുന്ന സ്ക്വയർ വേവ്, സോ ടൂത്ത് വേവ്, ട്രയാങ്കുലർ വേവ്, ഇതൊക്കെ തരുന്ന ഓസിലേറ്ററുകൾ എന്ത് പറയാം? നോൺ സൈനസോയിഡൽ ഓസിലേറ്ററുകൾ എന്നും പറയാം. 2 രീതിയിലാണ് എന്തുള്ളത്?
ഓസിലേറ്ററുകൾ നമ്മുടെ ഒരു വേവ് ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഈ വേവ് ഫോമുകളൊക്കെ നോക്കി വരച്ചു പഠിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഒരു ടാങ്ക് സർക്യൂട്ടിൻ്റെ പ്രധാനമായിട്ടൊരു ഭാഗമാണ് ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞു. അതിലുള്ള ഓസിലേറ്റർ സർക്യൂട്ടിലെ പ്രധാന ഭാഗമാണെന്ന് പറഞ്ഞു, ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ടിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. എങ്ങനെയാണ് ടാങ്ക് സർക്യൂട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു LC ടാങ്ക് സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത് ചിത്രത്തിൽ. LC ആയാലും RC ആണെങ്കിലും അതിൻ്റെ വർക്കിംഗ് രീതികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇവിടെ നമ്മളൊരു ഇൻഡക്ടറും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുള്ള LC ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിതിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ സപ്ലൈ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ബാറ്ററി സപ്ലൈ കൊടുത്ത രീതി അവിടെ കാണിച്ചിട്ടുണ്ട്. സപ്ലൈ കൊടുക്കുമ്പോൾ അതിലാദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലാദ്യം കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ആവും. കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ആദ്യം ഫസ്റ്റ് ഈ സർക്യൂട്ട് കണക്ഷനായി കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇവിടെ ക്ലോസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിച്ചിട്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഫുൾ ചാർജ് ആവുന്നു. കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എന്താകുന്നു, ഇതിപ്പോൾ ഫുൾ ചാർജ് ആയ മെത്തേഡിലുള്ള കപ്പാസിറ്റർ രീതിയാണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ നേരെ ഇങ്ങോട്ട് ആവുന്നു. പിന്നെ അല്ലെങ്കിൽ കപ്പാസിറ്റർ ചാർജ് നേരെ ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇൻഡക്ടറിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കും, ആ ഒരു ഫീൽഡ് കോയിലിന് ചുറ്റപ്പം എന്തുണ്ടാവും, ആ ചാർജ് വരുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ഫുള്ള് മാഗ്നറ്റിക് ഫീൽഡ് ആയി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, തിരിച്ചത് ഇങ്ങോട്ട് തന്നെ ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. തിരിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡിന് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പാസിറ്റർ ചാർജ് മുഴുവനായിട്ടും എങ്ങോട്ട് പോയി, ഇൻഡക്ടറിലേക്ക് പോയി. അതിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു, ഇൻഡക്ടറിൻ്റെ ചാർജ് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കപ്പാസിറ്ററിലേക്ക് തന്നെ വരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് അതിൻ്റെ നേരത്തെ എങ്ങനെയാണോ ഇൻഡക്ടറിലേക്ക് ചാർജ് പോയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ചാർജ് ആവുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ആദ്യം കപ്പാസിറ്റർ ഉണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് പ്ലസ് മുകളിലും മൈനസ് താഴെയായിരുന്നു. രണ്ടാമത് അതിനുശേഷം എന്ത് ചെയ്തു, ആ ചാർജ് മൊത്തം എങ്ങോട്ട് പോയി, ഇൻഡക്ടറിലേക്ക് പോയി. ഇൻഡക്ടറിൽ അപ്പോൾ അവിടെ ഒരു ഫീൽഡ് ഉണ്ടായി. അതിനുശേഷം ആ ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആയി. ആ ഫീൽഡ് നേരെ എങ്ങോട്ട് ഡിസ്ചാർജ് ആവും, കപ്പാസിറ്ററിലേക്ക് തിരിച്ച് ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കപ്പാസിറ്റർ ചാർജ് ആവും. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിക്കുന്നു, നേരെ തിരിച്ച് വീണ്ടും ഇൻഡക്ടർ ചാർജ് ആവും. അതിനുശേഷം വീണ്ടും എന്താവുന്നുണ്ടാവും, തിരിച്ച് ഇൻഡക്ടറിൽ നിന്നുള്ള ചാർജ് എങ്ങനെ തന്നെ തിരിച്ചു വരുന്നു, കപ്പാസിറ്ററിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് എന്ത് നടക്കുക. നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചാർജ് ആവും, ഈ കപ്പാസിറ്റർ ചാർജ് ആവും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ഫസ്റ്റത്തെ സ്റ്റേജ് തന്നെ ഫുള്ളായിട്ട് ചാർജ് ആവുന്ന മെത്തേഡ്. അപ്പോൾ ആ രീതിയിൽ ഈ പ്രവർത്തനം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചാർജിങ്ങിന് ഡിസ്ചാർജിങ്ങിന് ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു ടാങ്ക് സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് അപ്പോൾ എന്ത് കിട്ടും, ഒരു വേവ് ഫോം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. അപ്പോൾ അതാണ് ഒരു ഓസിലേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഈ രൂപത്തിലുള്ള ചലനത്തിനാണ് നമ്മൾ എന്താ പറയുക, ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെൻഡിലൊക്കെ ഇങ്ങനെ ആടുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഊഞ്ഞാലാടുന്നൊക്കെ ആ ഒരു മെത്തേഡിലുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ രൂപത്തിൽ പെൻഡിലൊക്കെ ആടുന്ന പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനത്തിന് നമ്മൾ എന്ത് പറയുക, ഓസിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നത്, കപ്പാസിറ്ററിൽ നിന്നുള്ള ചാർജ് ഇൻഡക്ടറിലേക്കും ഇൻഡക്ടറിലെ ചാർജ് വീണ്ടും കപ്പാസിറ്ററിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ചെയ്യുന്നതിനാണ് ഇതിന് എന്ത് പറയുന്നത്, ഒരു ഓസിലേറ്റർ ഫംഗ്ഷൻ എന്ന് അല്ലെങ്കിൽ ഓസിലേറ്ററി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള ഫംഗ്ഷൻ നടക്കുന്ന ഒരു ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ഒരു സിഗ്നൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ സിഗ്നലാണ് എവിടേക്ക് കൊടുക്കുന്നത്, ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നതും ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് തരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഈ ഒരു ഓസിലേറ്ററി ആക്ഷനും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഒരു എങ്ങനെയാണ് ഒരു ഓസിലേറ്ററിൽ ഓസിലേഷൻ ആരംഭിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ടാങ്ക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. വളരെ സിമ്പിളാണ്. ഒരു ഇൻഡക്ടറും കപ്പാസിറ്റർ ഉപയോഗിച്ചുള്ള ടാങ്ക് സർക്യൂട്ടിനാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ബാറ്ററി സപ്ലൈ കിട്ടുമ്പോൾ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവും, അത് നേരെ ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിൽ എന്തുണ്ടാവുന്നു, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനുശേഷം അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു EMF ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെത് ചാർജിങ് വീണ്ടും കപ്പാസിറ്ററിലേക്ക് തിരിച്ചുണ്ടാവുന്നു. അതിൻ്റെ ഫലമായിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുകയും അതിൻ്റെ ഫലമായി ഒരു സിഗ്നൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. AC സിഗ്നൽ, സൈൻ വേവ് രൂപത്തിലുള്ള സിഗ്നൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും
ചെയ്യുന്നു.